ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ICT എൻട്രി മോഡലിനെ കുറിച്ചാണ്. ICT ബൈ എൻട്രി മോഡൽ ആൻഡ് ICT സെൽ എൻട്രി മോഡൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റി മാസ്റ്ററിംഗ് ക്ലാസ് ലിക്വിഡിറ്റി 1 ആയിട്ടും 2 ആയിട്ടും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ICT മാസ്റ്ററിംഗ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ICT എൻട്രി മോഡൽ, ബൈ എൻട്രി മോഡലും സെൽ എൻട്രി മോഡലും. ഓക്കെ, ഇത് ഹൈ ആൻഡ് ലോ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ ICT എൻട്രി മോഡലിന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സീരീസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ICT കോർ കണ്ടൻസ് എന്തൊക്കെയാണ്? മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് പറഞ്ഞു, സ്ട്രക്ചർ ബ്രേക്ക് ആൻഡ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പ്രീമിയം ഫസ്റ്റ് ഡിസ്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ് 3 PDRIs, മാർക്കറ്റിൽ ഉണ്ടാകുന്ന 3 PDRIs, ICT PDRIസിനെ കുറിച്ച് പറഞ്ഞു. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എന്താണ് നമ്മുടെ ലിക്വിഡിറ്റിനെ കുറിച്ച് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്തു. പിന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ DRT ലെവൽസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, DRT ലെവൽ എന്ന് പറയുന്നത് പ്രീമിയം ഫസ്റ്റ് ഡിസ്കൗണ്ടിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് DRT ലെവൽസ്. പിന്നെ ടോപ്പ് ഡൗൺ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഉള്ള ഒരു സീരീസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മാസ്റ്റർ ക്ലാസ് എന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇത്രയും വീഡിയോ ഏകദേശം കണ്ടതാണ്, അല്ലെങ്കിൽ ഈ കണ്ടന്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ICT ട്രേഡിംഗ് മോഡലിനെ നമ്മൾ ഫോറിൻ മാർക്കറ്റായിട്ടും ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ്, ICT ട്രേഡിംഗ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് എംപവേഴ്സ് ട്രേഡേഴ്സ് വിത്ത് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ മാർക്കറ്റ് functions. That is the structure of the market and how institutional players or traders influence the price movement. Okay, മെയിൻ ICTയുടെ മെയിൻ കോർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഗ് പ്ലേയേഴ്സ് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എങ്ങനെയാണ് പ്രൈസിനെ അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് വാസ് ഇന്ത്യൻ മാർക്കറ്റ്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് ഗോൾഡ്, കറൻസി പെയേഴ്സ് എക്സെട്ര. ഓക്കെ, കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അതിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളുടെ വെയിറ്റേജ് സ്റ്റോക്സ് അഥവാ ഈ നമ്മുടെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50യിലും ബാങ്ക് നിഫ്റ്റിയിലും വെയിറ്റേജ് സ്റ്റോക്സ് ആയ HDFC, റിലയൻസ് അതുപോലത്തെ സ്റ്റോക്സ് ആണ് കൂടുതൽ ലിക്വിഡേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫോറക്സ് മാർക്കറ്റ് ഹൈ ലിക്വിഡിറ്റി ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് ലോ ലിക്വിഡിറ്റി അഥവാ കമ്പാരിറ്റീവ് ലിക്വിഡിറ്റി ആണ്. ഈ ലിക്വിഡിറ്റിയിൽ വരുന്ന ഡിഫറൻസിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് 24/5 ആണ്. ഓക്കെ, 24/5 ആണ്. ഓക്കെ, നമ്മളുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6.5 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഫോറക്സ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 24/5 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ ICTയുടെ ഇംപ്ലിമെൻറ്റേഷനിൽ നോക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ICTയുടെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡിറ്റി ലോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടൈമിങ്ങിലെ വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളുടെ 9:15 മുതൽ 3:30 വരെ ആണ് നമ്മളുടെ മാർക്കറ്റ് അവേഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ 9:50 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂജ് ഡിസ്റ്റൻസ്, ഒരുപാട് മണിക്കൂറുകളുടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇവൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പിറ്റേത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ്, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റൽ മുഴുവനായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫോറിൻ മാർക്കറ്റിനെയും ബാക്കിയുള്ള ഓരോ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ICT ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് കുറച്ച് ലോ ആണ്. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ള ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ടൈമിങ്. അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിൻ്റെ ടൈമിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താകും? ലിക്വിഡിറ്റി കൂടും, മാർക്കറ്റ് അവേഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടും. ഈ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിസിപ്പൻസിനെ തന്നെയാണ്. ഓക്കെ, പാർട്ടിസിപ്പൻസിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ICTയുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്.
ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ, ഇതിനർത്ഥം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ICT ടെക്നിക്സ് വർക്ക് ആകില്ല എന്നല്ല. ICTയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50, ഓക്കെ, നിഫ്റ്റി 50, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇതാണ് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ICT യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കെന്താണ്, നമ്മുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലായിരിക്കും ഇത് കൂടുതൽ വർക്ക് ചെയ്യുക. കാരണം പാർട്ടിസിപ്പൻസ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസും ഫ്യൂച്ചർ ആൻഡ് FNO സെഗ്മെൻറ്റിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ICT ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻസിലാണ്, അഥവാ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന നിഫ്റ്റി 50 വെയിറ്റേജ് സ്റ്റോക്സ് ആയിട്ടുള്ള റിലയൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജസ് ആയിട്ടുള്ള HDFC, അതുപോലെ ICIC, ഇതിലൊക്കെ വർക്കാകും. ഓക്കെ, പക്ഷേ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 9:15 മുതൽ 3:30 വരെ ഉള്ളൂ. 3:30 വരെയുള്ള ആ ഒരു ലിമിറ്റ് ടൈം പീരീഡാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 11:30 ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ആയി. പിറ്റേത്തെ ദിവസം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു വെക്കും. ഓക്കെ, ഒരു ഡിമാൻഡ് OB ആയിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് വരച്ചു വെക്കും. നമുക്കൊന്നുകൂടി പറയാം, മാർക്കറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എനിക്ക് കിട്ടി, പക്ഷേ അറ്റ് എ ടൈം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്തായി, ക്ലോസ് ആയി. പിറ്റേത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും, ഈ ഓർഡർ ബ്ലോക്കിനെ ഒന്ന് റിഫൈൻ ചെയ്ത് വരയ്ക്കും. എന്ന് വെച്ചാൽ കുറച്ച് നീട്ടി വരയ്ക്കും. കാരണം ഈ ഓർഡർ ബ്ലോക്ക് നാളേക്ക് യൂസ് ആകും. പക്ഷെ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ലിമിറ്റഡ് ടൈമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം എന്തൊക്കെയോ ലോകത്ത് സംഭവിക്കും. ഓക്കെ, അപ്പം മേജർ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് ഓപ്പണിങ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എന്നൊക്കെ ഒരു ഗുഡ് ന്യൂസ് വന്നിട്ട് ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ റിഫൈൻ ആയിട്ട് വരച്ച ഓർഡർ ബ്ലോക്കിലേക്ക് തന്നെ തിരിച്ച് വരാൻ ചാൻസ് ഇല്ല. പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ എന്താവും, പ്രൈസ് ഗ്യാപ്പ് ഡൗൺ, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, നമ്മൾക്ക് എന്താണ്, എപ്പോഴും ഒരു ICT ട്രേഡറിന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കിട്ടാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. ഓക്കെ, ഇന്നലത്തെ ഡേൻ്റെ കണ്ടിന്യൂഷനായിട്ട് കിട്ടാനാണ് താല്പര്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോറക്സ് മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ ICT നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അതിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ ICTനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് മനസ്സിലായി? ലിക്വിഡിറ്റി ഈസ് ദ അൾട്ടിമേറ്റ്. ലിക്വിഡിറ്റിയാണ് ICT ട്രേഡിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50, അതുപോലെ ബാങ്ക് നിഫ്റ്റി, ഇതിലാണ് കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ICT കൂടുതൽ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റി 50 വെയിറ്റേജസ്, ഈ നിഫ്റ്റി 50യിൽ മേജർ വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്സിലും ലിക്വിഡിറ്റി കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ICT ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ സംഭവം. കാരണം ലിക്വിഡിറ്റിയാണ് ICTയുടെ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താണ്, ലിക്വിഡിറ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതിനെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, FVG, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. ഇതാണ് എന്ത്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. അതുപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെന്താണ്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്സിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും ബ്രേക്കർ ബ്ലോക്കും ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം എന്താണ്, ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുമ്പോഴാണ് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നമുക്ക് മാച്ച് ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഡിമാൻഡ് ഒ ബി അതുപോലെ തന്നെ സപ്ലൈ ഒ ബി ആയിട്ട് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ കൺസിഡർ ചെയ്യുക. സപ്ലൈ ഒ ബി. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ ഡിമാൻഡ് ഒ ബി സപ്ലൈ ഒ ബിനെ നമ്മൾ എടുക്കുന്നു. അതുപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഥവാ ബി എസ് എൽ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ്, റിലേറ്റീവ് ഈക്വൽ ഹൈസ്, സ്വിങ് ഹൈ. കാരണം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പം ബൈ സ്റ്റോപ്സ് അഥവാ ബൈ എൻട്രീസ്, ബൈ ലിക്വിഡിറ്റി എവിടെയാണ് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയാസ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്, റിലേറ്റീവ് ഈക്വൽ ഹൈ, സ്വിങ് ഹൈ. അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? സപ്പോർട്ട്, റിലേറ്റീവ് ഈക്വൽ ലോ, അതുപോലെ സ്വിങ് ലോ. ഓക്കെ, ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ലിക്വിഡിറ്റിയാണ് ഐ സി ടിയുടെ മെയിൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി അതുപോലെ നിഫ്റ്റി 50യിലാണ് ലിക്വിഡിറ്റി അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് കമ്പയർ ടു അതേഴ്സ്. അതുപോലെ തന്നെ നിഫ്റ്റി വെയ്റ്റേജ് സ്റ്റോക്സിലും ലിക്വിഡിറ്റി ഉണ്ട്. കാരണം HDFC ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ വെയ്റ്റേജ് സ്റ്റോക്സ്. ഓക്കെ, അതുപോലെ തന്നെ റിലയൻസ് ആണ് നമ്മളുടെ നിഫ്റ്റി 50യിലെ വെയ്റ്റേജ് സ്റ്റോക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സെക്ഷനിലാണോ നമ്മൾ ഐ സി ടി യൂസ് ചെയ്യുന്നത് ആ സെക്ഷനിലുള്ള ലിക്വിഡിറ്റി പൂൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്. ലിക്വിഡിറ്റി പൂൾസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. നമ്മുടെ ലിക്വിഡിറ്റീനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് ഓർഡർ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യുന്ന ബെറ്റർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി, അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആയിരിക്കും. പക്ഷെ ഓർഡർ ബ്ലോക്ക് എന്ന് എടുക്കുന്ന സമയത്ത് റിസ്ക് എപ്പോഴും മിനിമലിസ്റ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഓർഡർ ബ്ലോക്കിനെ തന്നെ നമ്മൾ ഡിമാൻഡ് ഒ ബി എന്നും സപ്ലൈ ഒ ബി എന്ന് പറയും. ഡിമാൻഡ് ഒ ബിനെ നമ്മൾ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും സപ്ലൈ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്ക്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് അഥവാ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, സപ്ലൈ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുക. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ, റെസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്തതിൻ്റെ മുകളിലായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഥവാ സെല്ല് ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ. കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക? റെസിസ്റ്റൻസിൽ, റിലേറ്റീവ് ഈക്വൽ ഹൈയിൽ, സ്വിങ് ഹൈയിൽ. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടുതൽ ഉണ്ടാവുക സപ്പോർട്ടിൽ, റിലേറ്റീവ് ഈക്വൽ ലോയിൽ, സ്വിങ് ലോയിൽ. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എൻട്രി മോഡലിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ടൈം ഫ്രെയിംസ് പ്ലസ് ടൈം ഫ്രെയിംസിനെ ലിക്വിഡിറ്റി ആയിട്ട് അലൈൻ ചെയ്തിട്ട് പറയണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു ലോങ് ടേമിലേക്ക് നോക്കുന്ന ഒരു ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഒരു 3 ടൈം ഫ്രെയിംസ് വേണം. ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിം വേണം, ഒരു മിഡിൽ ടൈം ഫ്രെയിം വേണം, അതുപോലെ ലോവർ ടൈം ഫ്രെയിം വേണം. ഓക്കെ, പറഞ്ഞതുപോലെ ഒരു ട്രേഡർ ആൾ എന്ത് ട്രേഡാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു 3 ടൈം ഫ്രെയിംസ് വേണം: ഹയർ ടൈം ഫ്രെയിം, മിഡിൽ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഈ ഹയർ ടൈം ഫ്രെയിമിലും മിഡിൽ ടൈം ഫ്രെയിമിലും ആയിരിക്കണം നമ്മളുടെ അനാലിസിസ്. ഓക്കെ, നമ്മളുടെ അനാലിസിസ് എപ്പോഴും എവിടെയായിരിക്കണം? ഹയർ ടൈം ഫ്രെയിമിലും മിഡിൽ ടൈം ഫ്രെയിമിലും ആയിരിക്കും. ലോവർ ടൈം ഫ്രെയിമിൽ മാത്രമേ എൻട്രി ആൻഡ് കൺഫർമേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും അനാലിസിസ്, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും അവരുടെ എൻട്രി. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും ഹൈ പ്രോബബിലിറ്റി സക്സസ് റേറ്റ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതിനായിരിക്കും ആക്യുറസി കൂടുതൽ, ലോവർ ടൈം ഫ്രെയിമിന് ആക്യുറസി കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു നമ്മളിപ്പോൾ ഇൻട്രാഡേ ബേസിൽ ഐ സി ടി പറയുകയാണെങ്കിൽ നമ്മുടെ 1 hour and 50 minutes. 1 hour ആണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം, 50 minutes ആണ് നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിം, അതുപോലെ 5 minutes 3 minutes ആയിരിക്കും നമ്മളുടെ എൻട്രി ലെവൽ. നമ്മളെപ്പോഴും ഇപ്പോൾ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ മിനിമം നിങ്ങൾ
ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവറിൽ അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുക. 1 അവർ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ 50 മിനിറ്റിലും അനാലിസിസ് ചെയ്യുക. കാരണം 1 അവറിൽ നമുക്കൊരു സോണ് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും 1 അവറിൽ വലിയ സോണായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ മിഡിൽ ടൈം ഫ്രെയിമിൽ പോയിട്ട് അതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുക. ഓക്കെ, 50 മിനിറ്റിൽ നമുക്കൊന്ന് ചെറുതാക്കാൻ കഴിയുമെങ്കിൽ, സോണിനെ ചെറുതാക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹയർ ടൈം ഫ്രെയിമിലും മിഡിൽ ടൈം ഫ്രെയിമിലും മാത്രമാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പറ്റുക. ഈ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവറും മീഡിയം ടൈം ഫ്രെയിം ആയിട്ടുള്ള 50 മിനിറ്റിലും അനാലിസിസ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ 5 മിനിറ്റ് അഥവാ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫോർമേഷൻസോട് കൂടി എൻട്രി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ICTയിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഐഡൻറ്റിഫൈ ദ ലിക്വിഡിറ്റി, നമ്മുടെ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റീസ് ഏതൊക്കെയാണ് ലിക്വിഡിറ്റി? ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിമാൻഡ് OB അല്ലെങ്കിൽ സപ്ലൈ OB, അതുപോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഈക്വൽ ഹൈ, സ്വിങ് ഹൈ, അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടുള്ള സപ്പോർട്ട്, റിലേറ്റീവ് ഈക്വൽ ലോ, സ്വിങ് ലോ. ഇതൊക്കെ നമ്മൾ ഏതിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്? ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഈ 1 അവറിനോ മിഡിൽ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിൽ മാത്രമേ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. എപ്പോഴും 1 അവർ കൺസിഡർ ചെയ്യുക. ഓക്കെ, 1 അവറിൽ കൺസിഡർ ചെയ്തതിന് ശേഷം സോണിനൊക്കെ വലിപ്പം കൂടുകയാണെങ്കിൽ മാത്രം മിഡിൽ ടൈം ഫ്രെയിമിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ ഐഡൻറ്റിഫൈ ദ ലിക്വിഡിറ്റി പൂൾസ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ ഡിമാൻഡ്, സപ്ലൈ, ഓർഡർ ബ്ലോക്സ് നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുക, നേരെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് 5 മിനിറ്റോ 3 മിനിറ്റിലോ എൻട്രി ആൻഡ് കൺഫോർമേഷൻ ചെയ്യുക. അപ്പം ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എൻട്രി ആൻഡ് കൺഫോർമേഷൻ. നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എന്താണ്, ഹയർ ടൈം ഫ്രെയിംസിൽ വേണം ചെയ്യാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി പ്ലസ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ടൈം ഫ്രെയിംസിലും ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പം ലോവർ ടൈം ഫ്രെയിംസിലും ലിക്വിഡിറ്റി ഉണ്ട്, 1 അവറിലും ലിക്വിഡിറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും ആക്യുറസി കൂടുതൽ. ലോവർ ടൈം ഫ്രെയിം എപ്പോഴും ആക്യുറസി കുറവാണ്. ഓക്കെ, നമ്മൾ കീ ടു ട്രേഡ് എക്സിക്യൂഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് 1, ഫേസ് 2 എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഫേസ് 1 എന്ന് പറഞ്ഞാൽ ബിഫോർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ICTയിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ കുറച്ച് അനാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ഐഡൻറ്റിഫൈ ദ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് വെച്ചാൽ 1 അവറിലും 15 മിനിറ്റിലും നമ്മൾ എന്ത് ചെയ്യണം, ലിക്വിഡിറ്റി എവിടേക്കാണ് മാർക്കറ്റിലുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം എന്താണ്, ലിക്വിഡിറ്റിയാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ലിക്വിഡിറ്റി? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ തന്നെ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ സ്യൂട്ടബിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതിനെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് അഥവാ സപ്ലൈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ എന്താണ്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിൽ എവിടെയൊക്കെയാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക്സ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, അതാണ് ഇവിടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞത്. അടുത്തെന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കൂടുതലായിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയൊക്കെയാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് ട്രിഗറായി നിൽക്കുന്ന ഏരിയ. ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് ട്രിഗർ ആവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്തിട്ടുള്ള ഏരിയൻ്റെ മുകളിലായിരിക്കും ബൈ ഓർഡേഴ്സ്. ഓക്കെ, ആ ഏരിയ കണ്ടെത്തുക. അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈ ചെയ്ത സ്ഥലത്തിൻ്റെ താഴെ ആയിരിക്കും ആ കൂടുതൽ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ. ഓക്കെ, ഏറ്റവും കൂടുതൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ്, സ്വിങ് ഹൈ, റിലേറ്റീവ് ഈക്വൽ ലോ, ഡേ ഹൈ, വീക്ക് ഹൈ, മന്ത് ഹൈ. ഈ ഹൈകളുടെ മുകളിലൊക്കെ എന്തായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ എല്ലാ ലോൻ്റെ താഴെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ അതൊരു 1 അവറിലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് 1 ആയിട്ടുള്ള ബിഫോർ മാർക്കറ്റ് ഓപ്പണിൽ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ടൈം ഫ്രെയിം ലിക്വിഡിറ്റി, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി 1 അവറിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾ ഇവിടെ നോക്കൂ, 2 ലോ. ഇതെന്താണ്? ഇത് നമ്മൾ നീട്ടി വരച്ചതാണ് ഇവിടെ കാണുന്നത്. ഇതെന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണിത്.
കാരണം എന്താണ്, ഇതിനെ ഒരു റീറ്റെയിൽ ചിന്താഗതിയിൽ ഒരു സപ്പോർട്ടായിട്ടാണ് കണക്കാക്കുക. ഈ സപ്പോർട്ടിൽ എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്ത ആളുടെയും ഇവിടുന്ന് ബൈ ചെയ്ത ആളുടെയും ഇവിടുന്ന് ബൈ ചെയ്ത ആളുടെയും സ്റ്റോപ്പ് ലോസ്, കോമൺ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിന് താഴെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് അഥവാ സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു മൈനറായിട്ടൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇതിനെ മൈനറായി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താണ്, ഇത് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് ആരൊക്കെയോ ബൈ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്ക് 2 സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസും കിട്ടി. അതുപോലെ തന്നെ ഒരു കിട്ടി, വേറെന്താണ്, ഒരു ഓർഡർ ബ്ലോക്കും കിട്ടി. ഈ ഒരു പിക്ചറിൽ ഞാൻ കണ്ടെത്തിയത് 3 ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഞാൻ കണ്ടെത്തി. ഇനി എന്താണ്, പിറ്റേന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ബെയറിഷ് OBയിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സൽ കാണുമ്പോൾ ഞാൻ എൻട്രി എടുക്കും. എവിടേക്കായിരിക്കും എൻ്റെ ടാർഗറ്റ്? ഒന്നാമത് ഈ മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഈ മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും എൻ്റെ ടാർഗറ്റ്. അതുപോലെ തന്നെ എന്താണ്, പ്രൈസ് തിരിച്ച് താഴെ വന്നതിന് ശേഷം എന്താവും, മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്തിട്ട് എനിക്കൊരു എൻട്രി പോയിന്റ് കിട്ടുകയാണെങ്കിൽ എടുക്കും. അതുപോലെ തന്നെ എന്താണ്, മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിന്നാണ് എനിക്ക് എൻട്രി കിട്ടുന്നതെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഏതായിരിക്കും? ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ലിക്വിഡിറ്റി മാഗ്നറ്റ് പോലെയാണ്. പ്രൈസ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. ഓക്കെ, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പോൾ എന്താണ്, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഒരു ലിക്വിഡിറ്റി ആണെന്ന് പറഞ്ഞല്ലോ, ഒരു ലിക്വിഡിറ്റി പൂളാണ്. ഓക്കെ, ആ ഒരു OBയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ്? നെക്സ്റ്റ് മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഓക്കെ, അപ്പം എന്താണ്, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ഫേസ് 1 ബിഫോർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ്, മേജർ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ലിക്വിഡിറ്റി 2 തരത്തിലുണ്ട്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി 3 എണ്ണം ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളുടെ കുറച്ചുപാട് പരിമിതികൾ അനുസരിച്ച് നമുക്ക് ഓർഡർ ബ്ലോക്കിനെ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആക്കുന്നതാണ് ബെറ്റർ. ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ കൂടുതൽ നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാൻ ഒരു 1 hourൽ ഇതൊരു അനാലിസാണ്. ഇപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എവിടേക്കാണ് ലിക്വിഡിറ്റി പോയിന്റ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എവിടേക്കായിരിക്കും? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ എനിക്കൊരു കിട്ടി? ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് കിട്ടി. അതുപോലെ നിങ്ങൾ നോക്കൂ, റിലേറ്റീവ് ഈക്വൽ ലോ, ഇതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാനൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കുമല്ലോ. കാരണം ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾ, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അറൗണ്ട് ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി പൂള് കിട്ടി. അത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ ഈ ഒരു രീതിയിലായിട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ ഇതിൽ ജസ്റ്റ് വലിയൊരു ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പലരും വിചാരിക്കും ഇത് ലിക്വിഡിറ്റി സ്വീപ്പ്, ഇത് സ്ട്രക്ചർ ബ്രേക്ക്, ഇത് ഓർഡർ ലോക്ക്, ഇങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഫേസ് 1 കീ ടു ട്രേഡ് എക്സിക്യൂഷനിൽ നമ്മൾ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നോർമലി ഓരോരുത്തരും സാധാരണ റീറ്റെയിലേഴ്സ് ഇതൊക്കെ ഓരോ ലെവൽസ് ആയിരിക്കും. ഇതൊക്കെ ഓരോ ലെവൽസ് ആയിരിക്കും. ഇത് കണ്ടല്ലേ, ഇതൊക്കെ ഓരോ ലെവൽസ് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക്, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക്. ഓക്കെ, ചില ആളുകൾ ഈ ഒരു ലെവലിൽ ചെയ്യും. ഇവിടെ നിന്ന് തന്നെ എൻട്രി ആയിരിക്കും. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടി ക്യാഷ് ഉള്ളവരാണെങ്കിൽ ഇവിടെ ആയിരിക്കും എൻട്രി. ചില ആളുകൾ
ഇവിടെ നിന്ന് എൻട്രി എടുക്കാതെ മെയിൻ സംഭവം ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ എൻട്രി എടുക്കുന്ന ഒരു ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അനാലിസിസ് ചെയ്യാൻ ഒരേ ചാർട്ടാണ്. പക്ഷേ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അനാലിസിസ് ചെയ്യുക. അപ്പോൾ ICT ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി ബേസ് ആയിട്ടായിരിക്കണം നമ്മളുടെ ട്രേഡ്. നമ്മുടെ ലിക്വിഡിറ്റി നമുക്കറിയാം, മാർക്കറ്റ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ്. എന്താണ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ആയി പോകുന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക. ഇതെന്ന് പറയുന്നത് 1 hour ടൈം ഫ്രെയിമിൽ ഒരു ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇതിൽ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളത്? നമ്മൾ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇത് എന്താണ്, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 21/7/24. ഞാൻ ഇന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നാളത്തേക്ക് 22/7/24 ഒരു അനാലിസിസ് ആയിട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മേജറായിട്ട് റെസിസ്റ്റൻസ് ഇതെന്താണ്? ഇത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ എന്താണ് കൂടുതൽ ബൈ ഓർഡർ ഇതിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ട് എന്താണ്, ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് ഇതിൻ്റെ മുകളിൽ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ. ഇതും എന്താണ്, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കാരണം ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് മേജർ ലിക്വിഡിറ്റി പൂളാണ്. ഇവിടെ ഒരുപാട് ബൈ ഓർഡേഴ്സ് കാണും. സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സെൽ ഓർഡേഴ്സ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കിട്ടി, ഇവിടെ ഒരു ലിക്വിഡിറ്റി കിട്ടി. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ റേഞ്ച് നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഡിമാൻഡ് OB കിട്ടി. കണ്ടില്ലേ, ഒരു ഡിമാൻഡ് OB. നമ്മൾ പറഞ്ഞ റാലി അതിലെ ബേസിനെ നമ്മൾ എന്തായി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഡിമാൻഡ് OB കിട്ടി. പിന്നെ നമ്മൾ മേജറായിട്ട് ചെയ്യുന്നത് ഡേ ഹൈ ഡേ ലോ. ഇതാണ് ഡേ ലോ. ഓക്കെ, നമ്മൾ 1 hour ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഡേ ഹൈ ഡേ ലോ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചത്. നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ഡിമാൻഡ് OB കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ സെല്ലിങ് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലും ബൈ ഓർഡേഴ്സ് ഉണ്ടാവും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വന്നു. അതുപോലെ തന്നെ എന്താണ്, ഡേ ഹൈ വന്നു, ഡേ ലോ വന്നു. അപ്പോൾ പലരും ചോദിക്കും ഇതെന്തിനാണെന്ന്. നിങ്ങൾ നോക്കുക, ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ മാർക്കറ്റ് തന്നെ ഒരു റിയാക്ഷൻ മുകളിലേക്ക് തരികയാണെങ്കിൽ ഇതിനർത്ഥം എന്താണ്, ഇതിനെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ആയിട്ടും കണക്കാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. ഓക്കെ, ഇതിൽ വേറെ ഒരു കാര്യമില്ല. നമ്മളുടെ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഇൻക്ലൂഡ് ആണ്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി 2 ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടി. അതുപോലെ തന്നെ ഡേ ഹൈയും ഡേ ലോയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഈ ലോയിലൊക്കെ ലിക്വിഡിറ്റി ഉള്ള റെസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. ഇനി മനസ്സിലാക്കാത്ത ആളുകാർക്ക് നമുക്ക് നേരെ ചാർട്ട് പോയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ എന്താണ്, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫ്യൂച്ചർ ചാർട്ടിൽ 1 day ചാർട്ടാണ്. ഓക്കെ, 1 day ചാർട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പ്രൈസിനെ റീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്താണ്, പ്രൈസിനെ റീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററോ താഴെ വോളിയോ ഒന്നുമില്ല. നമ്മൾ പ്രൈസിനെ റീഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ടൊരു ബൈയിങ് മൂവ്മെൻറ്റ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണല്ലോ. മേജറായിട്ടൊരു ബൈയിങ് മൂവ്മെൻറ്റ് വന്നൊരു ഏരിയ. ഇതിനെയാണ് നമ്മൾ നമ്മൾ റാലി അതിലെ ആ ഒരു ബേസിനെയാണ് നമ്മളിവിടെ ഡിമാൻഡ് OB ആയിട്ട് എടുത്തത്. ഓക്കെ, ഈ സെയിം സംഭവമാണ് ഇത്
ഈ സെയിം സംഭവം നമ്മൾ പ്രാക്ടിക്കലിൽ പഠിച്ചാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈസ് എന്താണ്? പ്രൈസ് റാലി ചെയ്ത് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് റാലി, അതിനുശേഷം എന്താണ്? പ്രൈസ് ഒരു ചോപ്പിനെസ് ആണ്. ഇതിനെ ചോപ്പിനെസ് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ബേസിലേക്കുള്ള ഒരു റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇനി വേണമെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്കൊരു രീതിയിൽ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഏതാണ്? ഞാൻ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 1 hour ടൈം ഫ്രെയിമാണ് ചൂസ് ചെയ്യുന്നത്. ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിൽ ലിക്വിഡിറ്റി ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത പോലെ റാലി ബേസ് റാലി. ഓക്കെ, നിങ്ങൾ നോക്കൂ, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടുന്ന് മേജർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇത്. കാരണം ഈ ഒരു വോൾ മൂവ് നടന്നതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഡിമാൻഡ് ഒ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1 hourൽ നമുക്ക് മുഴുവനായിട്ട് ഇടാം. ഓക്കെ, 1 hourൽ എന്താണ്? ഇതിനെ മുഴുവനായിട്ട് ഇടാം. പക്ഷേ 1 hourൽ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു സോണാണിത്. നിങ്ങൾ നോക്കൂ, 257. ഓക്കെ, ഒരു 257 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓപ്ഷനൊക്കെ ചെയ്യുമ്പോൾ ഡെൽറ്റ 0.5 എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 126, 130 ആ ഒരു റേഞ്ചിലൊക്കെ SL വരും. അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഡിമാൻഡ് ഒ ബി കണ്ടുപിടിച്ചു. നമ്മൾ 15 മിനിറ്റ് എന്താണ്? നമ്മളുടെ എന്താണ്? മീഡിയം ടൈം ഫ്രെയിമാണ്. ആ മീഡിയം ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, വീണ്ടും എന്താണ്? 1 hourലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഹയർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മീഡിയം ടൈം ഫ്രെയിമിലേക്ക് നമ്മളുടെ രീതിയിൽ ചെയ്യാൻ. ഓക്കെ, ഇപ്പം എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തായത്? ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇനി എന്താണ്? നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടുന്ന് സെല്ല് വന്നിട്ടുണ്ട്. ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ്? ഇതൊരു ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ്. ഓക്കെ, ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം എക്സ്പീരിയൻസ് ത്രൂവേ മനസ്സിലാകും. ഓക്കെ, ഏതാണ്? ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, പിന്നെ ഇവിടെ നിന്ന് സെല്ല് ചെയ്തു. ഒരു റീറ്റെയിൽ കോൺസെപ്റ്റിൽ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച്, ഫോർത്ത് ടച്ച്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇത് പരിഗണിക്കാൻ ഇത്രയും ടച്ച് തന്നെ ധാരാളം. പക്ഷെ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, ഇതിന് മുകളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതും എന്താണ്? ഒരു മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഏതാണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കാണല്ലോ. ഇനി ഏതാണ്? നമ്മൾക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതെന്താണ്? ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ നമുക്കൊരു മൊമെൻ്റം മുകളിലേക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണ്? ഇവിടെ നിന്നും ഒരു മേജർ ബൈ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ എന്താണ്? 1 hour ടൈം ഫ്രെയിമിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി, ഒരു ഡിമാൻഡ് ഒ ബി കിട്ടി. ഈ ഡിമാൻഡ് ഒ ബി ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടും ബാക്കിയുള്ളതൊക്കെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടും നമുക്ക് കണക്കാക്കാം. പിന്നെ എന്താണ് നമ്മൾ നോക്കുന്നത്? ഞാനിവിടെ സെഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കഴിഞ്ഞ ദിവസമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ലോ, ഓക്കെ, ലോ. അതുപോലെ തന്നെ എന്താണ്? പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, പ്രീവിയസ് ഡേ ലോയും പ്രീവിയസ് ഡേ ഹൈയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, വേറെ ഒന്നും ഇതിലില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ 1 hour ടൈം ഫ്രെയിം, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ.
ഇത്രയേ ഉള്ളൂ. വേറൊരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ലിക്വിഡിറ്റി എവിടെ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്താണ് 15 മിനിറ്റിലേക്ക് നമ്മളൊന്ന് പ്രൈസിനെ മാറ്റുക. ഓക്കെ, 15 മിനിറ്റിലേക്ക് പ്രൈസിനെ മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഇതേതാണ് 19 ജൂലൈ ഫ്രൈഡേ നമുക്ക് എന്താണ് ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി. കണ്ടില്ലേ നിങ്ങൾ? ഇവിടെയും എന്താണ് ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഇത് മീഡിയം ടൈം ഫ്രെയിമിലാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രൈസ് ഇവിടെ നിന്നൊരു സെല്ല്, ഇവിടെ നിന്നൊരു സെല്ല്, ഇവിടെ നിന്നൊരു സെല്ല്. ഈ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് എന്താണ് ഇതെന്തായിരിക്കും? ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, 15 മിനിറ്റിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ് 15 മിനിറ്റിൽ ഇതിന് മുകളിൽ എന്താണ് ഒരു സപ്ലൈ ഒ ബി കൂടി കിടക്കുന്നുണ്ട്. ഓക്കെ, സപ്ലൈ ഒ ബി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സപ്ലൈ ഒ ബിക്ക്, ഈ ഒരു സപ്ലൈ ഒ ബിക്ക് IDX ആയിട്ടാണ് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമുക്കൊന്നുകൂടി 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് 1 അവർ ടൈം ഫ്രെയിം, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡിമാൻഡ് ഒ ബി കിട്ടി, ഡിമാൻഡ് ആയിട്ടൊരു ഒ ബി കിട്ടി, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി. അതുപോലെ തന്നെ 1 അവറിലെ ഒരു മേജർ റെസിസ്റ്റൻസ്, നമ്മളെ ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി. പിന്നെ താഴെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടി, ഡേ ഹൈ, ഡേ ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1 അവറിൽ ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 15 മിനിറ്റിലേക്ക് പോയ സമയത്ത് 15 മിനിറ്റിൽ കഴിഞ്ഞ ദിവസം നമുക്ക് എന്താണ് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ കിട്ടി. അതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ അതിനെ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ എന്താണ് അതിൻ്റെ മുകളിൽ ഒരു സപ്ലൈ ഒ ബി കൂടി കിട്ടി. ഓക്കെ, ഇനിയാണ് നമ്മൾ പറഞ്ഞത് 5 മിനിറ്റ്. ഇനിയാണ് 5 മിനിറ്റിൽ ഒരു അനാലിസോ കാര്യമൊന്നുമില്ല. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ നാളത്തേക്കുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്കെന്താണ് ഈ ഒരു സപ്ലൈ ഒ ബിയിൽ നിന്ന് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടുക. നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഈ ഒരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡേ ലോ കൊടുക്കാം. ഓക്കെ, ഡേ ലോ കൊടുക്കാം. അതുപോലെ തന്നെ താഴേക്കുള്ള ഒരു എൻട്രി കൊടുക്കാം. അതുപോലെ തന്നെ പ്രൈസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡേ ലോ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് സപ്ലൈയിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എൻട്രി എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് തിരിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഒക്കെ ആയിട്ട് നമുക്ക് ഓപ്പണിങ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ സപ്ലൈ ഒ ബിയിലൊക്കെ ആയിരിക്കും ചിലപ്പം എൻട്രി കിട്ടുന്നത്. അപ്പോൾ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയാൽ ബ്രേക്കർ ബ്ലോക്ക് ആകും. നമുക്ക് ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ലിക്വിഡിറ്റിനെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്തൊരു ഇതാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഈ ലിക്വിഡിറ്റീസിനെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ മെയിനായിട്ട് ഇതെന്ന് പറയാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ, മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ICT ട്രേഡിങ്ങിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലും മിഡിൽ ടൈം ഫ്രെയിമിലും ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 മിനിറ്റ്സ്, 3 മിനിറ്റ്സ്, 1 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു കാരണവശാലും ആ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ലോവർ ടൈം ഫ്രെയിമാണ്. ലോവർ ടൈം ഫ്രെയിമിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എൻട്രി ആൻഡ് കൺഫർമേഷൻസ് ഓൺലി. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടാണ് കീ ടു ട്രേഡ് എക്സിക്യൂഷൻ. നമ്മൾ നേരത്തെ ഫേസ് 1 പറഞ്ഞു. ഓക്കെ, ഫേസ് 1 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേസ് 1 എന്തായിരുന്നു, നമ്മളുടെ ഫേസ് 1 എന്ന് പറയുന്നത് ബിഫോർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മളുടെ ലിക്വിഡിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ആണ് നമ്മളുടെ ഫേസ് 1. ഓക്കെ, നമ്മളുടെ ഫേസ് 2 പറയുമ്പോൾ എന്താണ്, പ്ലാനിങ് അറ്റ് ദ മാർക്കറ്റ് ടൈമിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ടൈമിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് 1 ഐഡൻറ്റിഫൈ ചെയ്ത ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂൾസിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് സംഭവിക്കുന്നു അതിൻ്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ICT ട്രേഡിംഗ് മോഡൽ, ഏതൊരു ട്രേഡിംഗ് മോഡലിനായാലും അവിടെ ഒരു ബൈ മോഡലും ഉണ്ടാവും, സെൽ മോഡലും ഉണ്ടാവും. അപ്പോൾ ഈ ബൈ മോഡലും സെൽ മോഡലും, ICTയിലെ ബൈ മോഡലും സെൽ മോഡലും ICT പവർ ഓഫ് 3 ബേസിലാണ്
നടക്കുന്നത്. ഞാൻ ICT പവർ ഓഫ് 3 പറഞ്ഞ് ഞാൻ കഴിയുന്നതും എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു ICT പവർ ഓഫ് 3 പറയാറുണ്ട്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ആണ് പവർ ഓഫ് 3ക്ക് ഉള്ളത്. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമ്മളൊരു ബൈ സെനാരിയോ നോക്കുമ്പോൾ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രൈസ് ലോവർ പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡിമാൻഡിലായിരിക്കും, സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രീമിയത്തിലായിരിക്കും. നമ്മളൊരു ബൈ സെനാരിയോ നോക്കുമ്പോൾ അവിടെ പവർ ഓഫ് 3 എങ്ങനെയാണ്, ഒരു ഡിമാൻഡ് സോണിൽ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് വരും. അത് സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ചൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരും. ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് വരും. അതിനുശേഷം എന്താണ്, ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം മാനിപ്പുലേഷൻ കഴിഞ്ഞ ഏരിയയിലേക്ക് പ്രൈസ് റിട്ടേൺ വന്ന് അവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിക്കും. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. ഇതാണ് ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, നമ്മളെ സെൽ സെനാരിയോയിലേക്ക് വരുമ്പോഴും സെയിം സംഭവം. സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ നിന്നായിരിക്കും, നമ്മൾ ഒരു പ്രീമിയം ഏരിയ നിന്നായിരിക്കും. അവിടെയും ഇതുപോലെ അക്യുമുലേഷൻ, അതിനുശേഷം അക്യുമുലേഷൻ ഫേസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അക്യുമുലേഷൻ ഫേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരും. അക്യുമുലേഷൻ ഫേസിനെ സ്വീപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്ട്രക്ചർ ഷിഫ്റ്റ് താഴേക്ക് വരുന്നു. അതിനുശേഷം ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. ഓക്കെ, ICT പവർ ഓഫ് 3 അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ICT ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ്, അതിനെ A+ സെറ്റപ്പ് എന്ന് നമ്മൾ വിളിക്കും. A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച്, ഇത് നമ്മളിപ്പോൾ പറയുന്നത് ബൈ മോഡലാണ്. ഓക്കെ, കണ്ടീഷൻസ് ഫുൾഫിൽഡ്. എന്ത് കണ്ടീഷൻസ്? ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ A+ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെയിൻലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ്, കീ ടു ട്രേഡ് എക്സിക്യൂഷനിലേക്കാണ് വരുന്നത്. ഫേസ് 2 പ്ലാനിങ് അറ്റ് ദ മാർക്കറ്റ് ടൈമിൽ നമ്മൾ ബൈ എൻട്രി, സെൽ എൻട്രി മോഡൽസ് ICT പവർ ഓഫ് 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരു ബൈ മോഡലാണ്. ഓക്കെ, ബൈ മോഡലിൽ ICT ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പിൽ ഒരു A+ സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് നമുക്ക് കിട്ടി, ഒരു ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇതെന്താണ്, ഈ ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് വണ്ണിൽ നമ്മുടെ ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 hour. അതുപോലെ തന്നെ നമ്മളുടെ മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ്. ഈ 50 ടൈം ഫ്രെയിമിൽ നമ്മൾ 15 മിനിറ്റിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഡിമാൻഡ് OB ആണ് ഇത്. ഓക്കെ, പ്രൈസ് ആ ഡിമാൻഡ് OBയിലേക്ക് വരുന്നു. ഓക്കെ, ഡിമാൻഡ് OBയിൽ നിന്ന് നമുക്കെന്താ, 2 തരത്തിൽ എൻട്രി എടുക്കാം. എന്താണ് 2 തരത്തിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിമാൻഡ് OBയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് അതിൻ്റെ താഴെ, ഡിമാൻഡിൻ്റെ താഴെ SL വെക്കുന്നതാണ് ഒരു മെത്തേഡ്. ഇതെന്താണ്, കുറച്ച് അഗ്രസീവ് മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമുക്ക് കുറച്ചുകൂടി കൺഫോമേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിമാൻഡിലേക്ക് പ്രൈസ് വന്നിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് പ്രൈസ് ആ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കുന്നതാണ് നമ്മളുടെ ഒന്നുകൂടി കൺഫോമേറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ICTയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കുറച്ച് എന്താണ്, ലിക്വിഡിറ്റിൻ്റെ ആ ഒരു കുറവ് കൊണ്ടും മാർക്കറ്റ് ടൈമിൻ്റെ കുറവ് കൊണ്ടും ICT കുറച്ച് ലിമിറ്റഡ് ആണ്. ICTയുടെ എന്താണ്, നമ്മളുടെ സാധ്യതകൾ കുറച്ച് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത് പോലെ എന്താണ് ഈ ഒരു ഡിമാൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റിന് കാത്തു നിൽക്കാം. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റിന് കാത്തു നിന്ന് നമുക്ക് ഇവിടെ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്വിങ് ലോയും ഇവിടെ ഒരു സ്വിങ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കാം. സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബ് വെച്ച് 50% താഴെ എന്ത് POI ആണെന്നുള്ളത് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കൺഫേം ചെയ്യാം. അവിടെ നിന്ന് ഒരു എൻട്രി മാർക്ക് മുകളിലേക്ക് എടുക്കാം. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ ബൈ മോഡൽ എന്ന് പറയുന്നത്. ഈ ബൈ മോഡൽ ഒരു A+ സെറ്റപ്പാണ്. ഈ സെറ്റപ്പ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഫസ്റ്റ് എന്താണ്, ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ 1 hourലെ ഒരു ഡിമാൻഡ് OBയിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, മിറ്റിഗേറ്റ് ചെയ്യണം. രണ്ടാമത് എന്താണ്, മിറ്റിഗേഷൻ ഓഫ് ദ POI എന്ന് പറഞ്ഞാൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്താണ്, സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കണം. അടുത്ത എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ഓഫ് 3 പ്രകാരം മാനിപ്പുലേഷൻ ഫേസ് ആണ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം. പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു
ഒരു ലോ ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ട്രിഗർ ചെയ്യിച്ച് പെട്ടെന്നൊരു മൂവ് മുകളിലേക്ക്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽസ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് ബുള്ളിഷ് മർബോസു അല്ലെങ്കിൽ ബെയറിഷ് മർബോസു എന്ന് പറഞ്ഞ ക്യാൻഡിൽസ് ഇല്ലേ, അതുപോലെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽസ്. അപ്പോൾ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. അതുപോലെ തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഡിമാൻഡ് ഒബി ക്രിയേറ്റ് ആവും. ഈ ഡിമാൻഡ് ഒബിയിലായിരിക്കണം നമ്മളുടെ എൻട്രി സെറ്റപ്പ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം, സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊക്കെ വേണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡിമാൻഡ് ഒബി, ഇതാണ് ഡിമാൻഡ് ഒബി. ഇതെന്ന് പറഞ്ഞാൽ 1 hourൽ നമ്മൾ പ്രീവിയസ് ഡേയിൽ വരച്ച് വെച്ചൊരു ഡിമാൻഡ് ഒബിയാണ്. പ്രൈസ് അതിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് വന്നു, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് കാര്യം കിട്ടി. അതിനുശേഷം എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. അതെന്താണ്, സ്ട്രക്ചർ ഷിഫ്റ്റിന് ലിക്വിഡിറ്റി സ്വീപ്പും ഉണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് ഒബി. അതിനുശേഷം എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ സ്റ്റേജ് നമുക്കിവിടെ കിട്ടി. ഇതെന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ. നോക്കൂ നിങ്ങൾ, നമ്മളുടെ സോൺ എത്തിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിയാക്ഷൻ മുകളിലേക്ക് കൊടുത്തു. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നാൽ നമുക്ക് ഡിമാൻഡ് ഒബി കിട്ടി. ഓക്കെ, ഡിമാൻഡ് ഒബി കിട്ടി. നമ്മളുടെ സ്വിങ് ലോയും സ്വിങ് ഹൈ ഏതാണ്, ഇതാണ് സ്വിങ് ലോ, ഇതാണ് സ്വിങ് ഹൈ. ഓക്കെ, നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഫിബ് വെക്കുകയാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ താഴെ ആയിരിക്കും നമ്മളുടെ എന്താണ് ഡിമാൻഡ് ഒബി. ഇതാണ് നമ്മളുടെ ഡിമാൻഡ് ഒബി. പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് ഡിമാൻഡ് ഒബിയിലേക്ക് വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ആ ഒരു സെറ്റപ്പ്, ബുള്ളിഷ് സെറ്റപ്പ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണം. ICT ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് അഥവാ A+ സെറ്റപ്പ് ആവണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിം 1 hour OB ഡിമാൻഡ് OB നമുക്ക് വേണം. അതിനുശേഷം മിറ്റിഗേഷൻ ഓഫ് ദ POI, ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യണം. അതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വരണം. അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പിൽ സ്വിങ് ഹൈ ടു സ്വിങ് ലോയിൽ ഉള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്വിങ് ലോ ടു സ്വിങ് ഹൈ വരെ നമ്മൾ വരച്ചതിൻ്റെ 50% താഴെ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. അവിടെ നിന്ന് ഒരു എൻട്രി. ഓക്കെ, ഇതാണ് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അഗ്രസീവായിട്ട് 2 തരം എൻട്രി മോഡലുണ്ട്. അഗ്രസീവും ഉണ്ട്, അതുപോലെ തന്നെ കൺഫോർമേറ്റീവും ആയിട്ടുള്ള എൻട്രി മോഡലുണ്ട്. ഓക്കെ, അഗ്രസീവ് മോഡലാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഡിമാൻഡ് സോണിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അത് കൺഫോർമേറ്റീവ് ആണ്. അഗ്രസീവ് മോഡല്ല, കൺഫോർമേറ്റീവ് മോഡാണ്. ഓക്കെ, അപ്പം എന്താണ്, നമ്മളുടെ സെറ്റപ്പ് നമുക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അഗ്രസീവ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് എടുക്കാം. ഞാൻ എപ്പോഴും ഈ ടൈപ്പാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ വരച്ച് വെച്ച ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡിനെ നമ്മൾ അവിടെ പ്രൈസ് ടാപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ചാടി കയറി എൻട്രി എടുക്കുന്നതിന് പകരം ഓക്കെ, ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. പ്രൈസ് ഇതിൽ ടാപ്പ് ചെയ്യുന്നു, തിരിച്ചൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ മുകളിലേക്ക് വരുന്നു. അതിനുശേഷം അവിടെ ഒരു എക്സസീവ് ഓർഡർ വന്നു കഴിഞ്ഞാൽ, എക്സസീവായിട്ട് ബൈയിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ ഒരു സോണിലേക്ക് വരുമ്പോൾ തിരിച്ച് ബൈ എടുക്കും. ഇതാണ് ബൈ മോഡൽ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇനി സെൽ മോഡൽ നോക്കാം. ഓക്കെ, സെൽ മോഡൽ അഥവാ A+ സെൽ മോഡൽ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു സപ്ലൈ OB വേണം. മറ്റേലെന്താണ്, നമുക്ക് ഒരു ഡിമാൻഡ് OB ആണ് ഹയർ ടൈം ഫ്രെയിമിൽ വേണ്ടത്. ഇവിടെ എന്താണ്, ഒരു സപ്ലൈ OB വരണം. സപ്ലൈ OBയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൈസ് സപ്ലൈ OBയിലേക്ക് ടാപ്പ് ചെയ്യുന്നു. സപ്ലൈയിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ മുഖേന പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ്, ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടും. ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾ നോക്കാം, നമ്മൾ പറഞ്ഞ പോലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഏതൊക്കെയാണ്, ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 hour സപ്ലൈ OB നമുക്ക് വേണം. ഓക്കെ, ഇതാണ് 1 hour സപ്ലൈ OB. അതിനുശേഷം എന്താണ്, മിറ്റിഗേഷൻ ഓഫ് ദ POI, ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മിറ്റിഗേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് പ്രൈസ് മുകളിലേക്ക് വന്നതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, അടുത്തെന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാത്തതൊന്നും നമ്മൾ ഒരു വാലിഡ് സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റായിട്ടോ എടുക്കരുത്. അതിനുശേഷം എന്താ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം അറ്റ്
എ ടൈം പ്രൈസ് റിവേഴ്സ് വരണം. ഓക്കെ, അറ്റ് എ ടൈം ക്വിക്കായിട്ട് മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുക വലിയ ക്യാൻഡിലൂടെ. അതിനുശേഷം എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പോ ഇംബാലൻസ് രണ്ടും സെയിമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ IDX വേണമെന്നുള്ളത് ഓപ്ഷണലാണ്. IDX ഉണ്ടെങ്കിൽ നമ്മുടെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഒന്നുകൂടി നമുക്ക് വാലിഡ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് OB അഥവാ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവും. അതിനുശേഷം നമ്മൾ സപ്ലൈ OBയിലേക്ക് വരുന്നു, എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇത് തന്നെ നമ്മളെന്താണ് ചാർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാർട്ട് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ ആണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതാണ് കണ്ടീഷൻസ്. ഓക്കെ, നമ്മുടെ ഹയർ ടൈം ഫ്രെയിം സപ്ലൈ ആണിത്. ഓക്കെ, പ്രൈസ് എന്തായി, പ്രൈസ് മുകളിലേക്ക് ഇവഞ്ച്വലി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നു. നമ്മുടെ ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോണിലേക്ക് ടാപ്പ് കിട്ടിയതും പ്രൈസ് താഴേക്ക് വന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമുക്ക് സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളുടെ റേഞ്ച്. ഈ റേഞ്ചിൽ നിന്ന് എന്താണ്, റേഞ്ചിൻ്റെ 50% ഫിബ് വെച്ച് ഇക്വിലിബ്രിയം നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് സപ്ലൈ OBയിലേക്ക് ടാപ്പ് കിട്ടുമ്പോൾ ഇവിടെ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രി. എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും നമ്മളുടെ എൻട്രി. SL എവിടെയായിരിക്കും, ഇവിടെ. FSL എപ്പോഴും നമ്മൾ ഇവിടെ വെക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇവിടെ മാനിപ്പുലേഷൻ നടന്നതാണ്. ഓക്കെ, മാനിപ്പുലേഷൻ കഴിഞ്ഞ സ്ഥലത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബൈ മോഡലും സെൽ മോഡലും ഏകദേശം പഠിച്ചു. ബൈ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പ്രൈസ് വരുന്നത്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു മോഡലാണ് നമ്മൾ പഠിച്ചത്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക്, നമ്മൾ ഡിമാൻഡ് OB എന്നാണ് ഞാൻ പറയുക. ഓക്കെ, ഡിമാൻഡ് OB, ഡിമാൻഡ് സപ്ലൈ, ഇത് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ 2 ടൈപ്പ് ഓഫ് മോഡൽ പഠിച്ചു, ബൈ മോഡലും സെൽ മോഡലും. ഇതെന്താണ്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിമാൻഡ് OB സപ്ലൈ OBയിലേക്ക് ടാപ്പ് കിട്ടിയതിന് ശേഷം പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അങ്ങനെയൊക്കെ കണ്ടീഷൻസ് മാച്ച് ആവുന്ന ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഇനി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, നമ്മൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉള്ള ഏരിയ. നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ്, സ്വിങ് ഹൈ, അതുപോലെ റിലേറ്റീവ് ഈക്വൽ ഹൈ, ഡബിൾ ടോപ്പ്, അതുപോലെ തന്നെ വീക്ക് ഹൈ, പ്രീവിയസ് ഡേ ഹൈ ഒക്കെ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എൻട്രി മോഡൽ, ഇതിലും എന്താണ് ബൈ മോഡലും ഉണ്ട്, സെൽ മോഡലും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇമേജ് നോക്കുക. ഈ ഒരു ഫസ്റ്റത്തെ ഇമേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ് ലിക്വിഡിറ്റി പോയിന്റ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ലിക്വിഡിറ്റി പോയിന്റ്. അതാണ് നമ്മൾ ഇവിടേക്ക് വെച്ചത്. കാരണം എന്താണ്, ഇവിടെ ഇതൊരു റീറ്റെയിൽ ലോജിക്കിൽ ഇതൊരു സപ്പോർട്ടാണ്. കണ്ടില്ലേ, എന്താണ്, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. അപ്പോൾ ഈ സെല്ല് ചെയ്ത ആളുകളുടെ ഇവിടുന്ന് ബൈ ചെയ്തു, കാരണം എനിക്ക് വന്ന മിസ്റ്റേക്കാണ്, ഇവിടുന്ന് ബൈ ചെയ്തു. ഓക്കെ, ഈ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിൻ്റെ ഒരു അണ്ടറിലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനൊരു ലിക്വിഡിറ്റി പൂളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, കാരണം ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡറാണ്. അപ്പോൾ ഇതിന് താഴെ ഫുൾ ലിക്വിഡിറ്റി പൂളായിരിക്കും. എന്ത് ലിക്വിഡിറ്റിയാണ് ഉള്ളത്, സെൽ സൈഡ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് അതിന് താഴെ ഉള്ളത്. അപ്പം ലാർജ് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ ആണ് ഈ ഒരു ലോൻ്റെ താഴെ. അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും, ലാർജ് സെൽ ഓർഡർ ഉള്ള ഏരിയയിൽ നിന്ന്. കാരണം അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാൻ ഒരുപാട് ഓർഡേഴ്സ് വേണം. അപ്പോൾ അവരുടെ ബൈ എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അപ്പം അവർക്ക് വേണ്ട സെല്ലും ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ കൊണ്ടുവരും. ഈ ഏരിയയിലാണ് കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉള്ളത്. അവിടെ നിന്ന് വന്നിട്ട് ശേഷമായിരിക്കും ഈ ഒരു ഏരിയ മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും അവരുടെ ബൈ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ എൻട്രി. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ബൈ മോഡൽ എന്ന് ICTയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി
മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്തു. ഇതിനെ മാനിപ്പുലേഷൻ അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയനെ നമ്മൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ബൈ മോഡൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫേസ് 1 പറഞ്ഞതുപോലെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടെത്തിയ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വന്ന് അത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് മുകളിലേക്ക് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ നമ്മൾ മാനിപ്പുലേഷൻ അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഏരിയ എന്ന് പറയും. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഏരിയനെ നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഡിമാൻഡ് OB ക്രിയേറ്റ് ആവും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് വന്നു, അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കാര്യം നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും ഒരു നിഫ്റ്റിയുടെ ഒരു ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 1 hour ടൈം ഫ്രെയിം ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട്, ഒരു റീറ്റെയിൽ ലോജിക്കിൽ നോക്കുമ്പോൾ എന്താണ്, ഇതിനൊരു സപ്പോർട്ട് എന്നാണ് പറയുക. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് ആ ഏരിയയിൽ നിന്ന് എത്തുമ്പോൾ തിരിച്ച് കയറും. ഓക്കെ, നമ്മളൊരു ICT ട്രേഡറിൻ്റെ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സെൻസിൽ നമ്മൾ ഇതിനെ ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഇവിടുന്ന് ബൈ എൻട്രി പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ എൻട്രി പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ എൻട്രി പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ എൻട്രി പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ എൻട്രി പോയിട്ടുണ്ട്. ഇവിടുന്ന് ബൈ എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ, ഇവിടുന്ന് ബൈ എടുത്ത ആളുകളും സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ, ഇവിടുന്ന് ബൈ എടുത്ത ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ, ഇവിടുന്ന് ബൈ എടുത്ത ആളെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ അല്ലെങ്കിൽ ഈ ഒരു താഴെ. അതിനുശേഷം ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെയൊക്കെ ആയിട്ട് താഴെയായിരിക്കും, ഈ ഒരു ഏരിയയിലായിരിക്കും അവരുടെയൊക്കെ ലിക്വിഡിറ്റി. പിന്നെ ഇവിടെ നിന്ന് പോയവരെ ഈ ഒരു താഴെ. അപ്പം എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ് ആണ്. സെൽ ഓർഡേഴ്സിൻ്റെ പൂളായിരിക്കും ഇവിടെ. ഓക്കെ, ഇത് ആർക്കും മനസ്സിലാവാത്തതില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് വന്നിട്ട് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തു. കണ്ടില്ലേ, ഒരു വിക്ക് താഴെ കിട്ടത്, ഇതിനെയാണ് നമ്മൾ ടേക്ക് ഔട്ട് ദ SSL അഥവാ മാനിപ്പുലേഷനിലെ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് കണ്ടല്ലോ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുക, നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി, നമുക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും പറഞ്ഞു ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് പ്രൈസ് ട്രാവൽ ചെയ്യുക. താഴത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്, അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ ഹ്യൂജ് ബൈ ഓർഡേഴ്സാണ് അവർ ബൈ ചെയ്യുക. അപ്പോൾ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അത്രയും സെൽ ഓർഡേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ എന്താണ്, സെൽ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പ്രൈസിനെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെയുള്ള സെൽ ഓർഡേഴ്സ് അവർ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അവർ പ്രൈസിനെ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അവർക്ക് സെല്ല് ചെയ്യണമല്ലോ, അവരെടുത്ത് വെച്ച പൊസിഷൻ പ്രോഫിറ്റിലാണെങ്കിൽ അവർക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, അവർ പ്രോഫിറ്റിലാവുമ്പോൾ അത് അവർ സെല്ല് ചെയ്യും. പ്രോഫിറ്റിലാണെങ്കിൽ ലോസിലാണെങ്കിലും സെല്ല് ചെയ്യും. ഓക്കെ, പക്ഷേ പ്രോഫിറ്റിലാണെങ്കിൽ അവർ സെല്ല് ചെയ്യും. അപ്പോൾ ഇവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ്, ബൈ ഓർഡേഴ്സ് കൂടുതലുള്ള ഏരിയ എന്നായിരിക്കും അവർ സെല്ല് ചെയ്യുക. കാരണം അവർക്ക് ഇത് വിൽക്കണമെങ്കിൽ അത്രയും അവർ വാങ്ങി അത്രയും ക്വാണ്ടിറ്റി വിൽക്കണമെങ്കിൽ അവർക്കത് വാങ്ങാനായിട്ട് ആൾ വേണം. അപ്പോൾ എന്താണ്, അവർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളതെന്ന് കണ്ടെത്തും. ഏറ്റവും കൂടുതൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയയിലാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവുക. കാരണം ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, പിന്നെ അതുപോലെ ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, മേജർ സെല്ലിങ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെ ബൈ സ്റ്റോപ്പ് എവിടെയായിരിക്കും, ഈ ഒരു ഏരിയയിലായിരിക്കും അവരുടെ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ്. അതിനും കുറച്ചുകൂടി ക്യാഷ് ഉള്ളവനാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിരിക്കും സെല്ല് വെക്കുക. എന്നിരുന്നാലും ഒരു കോമൺ സെൻസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം ഇവിടെയൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസിനെ അവരെന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോയി നമുക്കെന്താണ് ഇവിടെ ഒരു സ്വിങ് ലോയും കിട്ടി, സ്വിങ് ഹൈയും കിട്ടി. ഓക്കെ, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്. അതിന് ശേഷം എന്താണ്, നമ്മളുടെ സ്വിങ് ലോ ടു സ്വിങ് ഹൈ നമ്മൾ ഫിബ് വെക്കുമ്പോൾ എന്താണ് 50% താഴെയുള്ള ഡിമാൻഡ് OB എന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ നടന്ന ഏരിയനെ നമ്മൾ റിഫൈൻ ചെയ്ത് വരയ്ക്കുന്നു. പ്രൈസ് ആ ഏരിയയിൽ ടാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എങ്ങോട്ടാണ് പ്രൈസ് പോവുക,
സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പോകും. നിങ്ങൾ നോക്കൂ, ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് അവർ കുറച്ചായിട്ട് സെല്ല് ചെയ്ത് പിന്നെ പ്രൈസ് ഡ്രോപ്പായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നടക്കുന്ന ഗെയിം. ഓക്കെ, ലിക്വിഡിറ്റി ബേസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ബൈ സ്റ്റോപ്പിലേക്ക് പോകും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. അപ്പോൾ എന്താണ്, ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും എന്താണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ബൈ മോഡൽ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് സെൽ മോഡലാണ്. സെൽ മോഡലിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ BSL ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും ICTയിലെ സെൽ മോഡൽ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സംഭവം BSL ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സെൽ മോഡൽ. ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. എന്താണ് കാരണം, ഇവിടെ നിന്ന് മേജറായിട്ട് സെല്ല് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ല് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ല് പോയിട്ടുണ്ട്, ഇവിടെ സെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ മുകളിലൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു ഏരിയ ആയിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ ബൈസ് ഓർഡേഴ്സിൻ്റെ പൂൾ അഥവാ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ എന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, ഇപ്പം ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആളായാലും ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആണെങ്കിൽ ഇവിടെ വെക്കും. മാക്സിമം പോയാലും അവൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു രീതിയിലാണെങ്കിൽ അപ്പോൾ എന്താണ്, നമുക്ക് മേജറായിട്ട് ഈ ഒരു ഏരിയ പൂളായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതാണ് ആക്ച്വലി പൂള്. അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിൽ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തേക്ക് പ്രൈസ് മാഗ്നറ്റ് പോലെയാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രൈസ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസ് പോകും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. സെൽ മോഡലിൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു ഹൈ ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യും, പ്രൈസിനെ പ്രീമിയം ഏരിയയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, എപ്പോഴും കൂടിയ വിലയ്ക്കാണല്ലോ വിൽക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ്, അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അവർക്ക് എത്രത്തോളം സെല്ല് ചെയ്യണം, അത്രത്തോളം ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്കായിരിക്കും അവർ പ്രൈസിനെ കൊണ്ടുവരിക. അപ്പോൾ എന്താണ്, ഒരു സെല്ല് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക അഥവാ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവുക എവിടെയാണ്, ഇതുപോലെ ഹൈ, നമ്മൾ പറഞ്ഞ പോലെ സ്വിങ് ഹൈ, റിലേറ്റീവ് ഈക്വൽ ഹൈ എന്നൊക്കെ പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക ഹൈ ഫ്രീക്വൻസി പൂളായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് വേണ്ട സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ പറഞ്ഞില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, നമ്മൾ പറഞ്ഞ ഒരുപാട് എന്താണ് കണ്ടീഷൻസ് പറഞ്ഞല്ലോ നമ്മളെ, എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് ബ്രേക്ക്, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അത് അങ്ങനെയാണ് നമുക്ക് ഓർഡർ ഫ്ലോ കിട്ടുക. ഈ സെയിം കാര്യം തന്നെ വന്നു കഴിയുന്ന സമയത്ത് എന്താണ്, നമുക്ക് എന്ത് കിട്ടും, ഒരു സപ്ലൈ OB കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക് കിട്ടി, നമുക്കിവിടെ ഒരു സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടി. ഇതാണ് നമ്മളുടെ ഡീലിംഗ് റേഞ്ച്. ഈ റേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിബ് വെച്ചിട്ട് ഇതിൻ്റെ 50% കാണും. അതാണ് പ്രീമിയം ബസ് ഡിസ്കൗണ്ട് അഥവാ DRT ലെവൽ നോക്കിയിട്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണുക എന്ന് പറയുന്നത്. പ്രൈസ് എന്ത് ചെയ്യും, പ്രീമിയം ഏരിയയിലായിരിക്കും നമ്മളുടെ സപ്ലൈ OB അഥവാ 50% മുകളിൽ. അതിനുശേഷം ഈ ഒരു സപ്ലൈ OBയിലേക്ക് ടാപ്പ് കിട്ടും, പ്രൈസ് താഴേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊന്നുകൂടി ചാർട്ട് എക്സാമ്പിൾ പോലെ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച്, ഇങ്ങനെ ഈ ഒരു ടച്ച് ലെവൽ നോക്കുന്ന സമയത്ത് ഒരു റീറ്റെയിലർ ചിന്താഗതിയിൽ ഇറ്റ്സ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് എന്നായിരിക്കും. പക്ഷേ ഒരു ലിക്വിഡിറ്റി, ഒരു ICT ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക, ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഹ്യൂജ് സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇവിടുന്ന് സെല്ല് വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കോമൺ ആയിട്ട് ഈ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഈ ഒരു ഇതിൻ്റെ മുകളിലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ലോട്ട് ഓഫ് ബൈ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ ആ ആൾ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, പ്രൈസിനെ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രാപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് അഥവാ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഇതിനെ മാനിപ്പുലേഷൻ അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയും. അതിനുശേഷം പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇപ്പം എന്താണ്? ഇവിടെയുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്തു. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് സഡനായിട്ട് പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കുമല്ലോ പൈസ പോവുക. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി? ലോകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതാണ് സെൽ സ്റ്റോപ്പ്. കാരണം ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തവരൊക്കെ സെൽ ഓർഡേഴ്സ് എവിടെയായിരിക്കും? ഈ ഒരു ലോൻ്റെ താഴെ. ഓക്കെ, ഈ ഒരു ലോൻ്റെ താഴെ. അപ്പോൾ എന്താണ്? ഇവിടുന്ന് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റാലി എന്ന് പറയുന്നത് മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു 80% നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പോകും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് പ്രൈസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് എന്ത് സംഭവിച്ചു? നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നു. അതിനുശേഷം എന്താണ്? നമുക്ക് സ്വിങ് ലോ ഫോമായി പ്രൈസ് തിരിച്ച് നമ്മുടെ സപ്ലൈ ഒ ബിയിലേക്ക് വന്ന് കറക്റ്റ് എന്താണ്? നമ്മളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുക, സിമ്പിളായിട്ട് നോക്കുക. നമ്മളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ഇതല്ലേ? പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം 1 ടച്ച് 2 ടച്ച് 3 ടച്ച്. ഇപ്പോൾ ഒരു സപ്പോർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും കാരണങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്ന് ഓക്കെ ഈ ഒരു ഏരിയയിൽ എന്ത് വന്നു. അതിന് ശേഷം എന്ത് ചെയ്തു? തിരിച്ച് ഇവിടുത്തെ ന്യൂ സപ്ലൈ ഒ ബിയിലേക്ക് തിരിച്ചു വന്ന് പ്രൈസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് വന്ന് അതിൻ്റെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഇനി പ്രൈസ് എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ ആ ഒരു രീതിയിൽ പ്രൈസ് റാലി ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞ സംഭവം നിങ്ങൾ നമ്മളുടെ സീരീസ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, വലിയ ഡൗട്ട് ഉണ്ടാവില്ല. ഞാൻ എത്രയും സ്പീഡായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരം ലിക്വിഡിറ്റി ഉണ്ട്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കാണ്. ഒ ബി നമ്മൾ ഡിമാൻഡ് ഒ ബിനെയാണ് ഞാനൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് മനസ്സിലായി. ഫെയർ വാല്യൂ എടുക്കേണ്ടവർക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് പ്രകാരം ഒ ബി ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ ഒ ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ കണ്ടെത്തുന്ന ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണെങ്കിൽ നമ്മളുടെ സോണിലേക്ക് ടാപ്പ് കിട്ടി അവിടെ നിന്ന് നമ്മൾ കുറച്ച് നമ്മളുടെ A+ സെറ്റപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ ക്യാൻഡിൽസ് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ക്യാൻഡിൽസ്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഈ ഒരു ടൈപ്പ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു ചോപ്പി ആയിട്ടായിരിക്കും. ഓക്കെ, ഈ ടൈപ്പ് ക്യാൻഡിൽസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽസ് പറയുക. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലും ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ അറ്റ് എ ടൈം ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നാൽ മനസ്സിലാക്കുക അവിടെയുള്ള ലിക്വിഡിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ഒരു റിവേഴ്സ് തന്നതാണെന്ന്. ഓക്കെ, അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇപ്പം നിങ്ങൾ ഈ ഒരു ചാർട്ട് തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസിനെ മുകളിലേക്ക് ഇവഞ്ച്വലി കയറ്റി വരും. ഒക്കെ കയറ്റി വന്നിട്ട് ഇവിടെയുള്ള ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുക. ടേക്ക് ഔട്ട് ദ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഏരോ എന്നിട്ട് എന്താ? ഈ ഒരു ഏരിയ മുഴുവൻ ഈ ഒരു ഏരിയൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി എല്ലാം അബ്സോർബ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി
അവർക്ക് വേണ്ട സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അവർ സെൽ ഓർഡർ പഞ്ച് ചെയ്തതിന് ശേഷം പ്രൈസിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മാനിപ്പുലേഷൻ ഏരിയയെ നമ്മൾ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് നമ്മൾ റീറ്റെയിൽ പോലെ ഒരു സപ്ലൈ OB ആയിട്ട് മനസ്സിലാക്കി, സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം പ്രൈസ് ആ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ എൻട്രി എടുക്കും എന്നാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഫോളോ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് പോവുക സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്. ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഇതിനെ പച്ച മലയാളത്തിൽ ഒരു സപ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീൻ്റെ താഴെ പോയിട്ട് ചിലപ്പോൾ എന്താണ് ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് ഈ ബൈ ഓർഡേഴ്സ് യൂസ് ചെയ്ത അവർ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്തു. ഓക്കെ, റീറ്റെയിലേഴ്സിൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ ബൈ സ്റ്റോപ്സ് അബ്സോർബ് ചെയ്ത് അവർ സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇവരിപ്പോൾ എന്താണ്, ഇവർ സെല്ല് ചെയ്തല്ലോ, അപ്പോൾ ഇവർക്ക് ഈ സെല്ല് ചെയ്ത പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, ബൈ ഓർഡേഴ്സ് ആണ് അവർക്ക് ഇനി ബൈ ഓർഡറാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് ബൈ ആയിട്ട് പോകും. അപ്പോൾ ബൈ ആയിട്ട് പോകണമെങ്കിൽ അവർ ബൈ ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പേര് വിൽക്കാൻ വേണ്ടി ഉണ്ടാവണം. അപ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നാണ് അവർ ബൈ ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് സെല്ല് ചെയ്യും. ഓക്കെ, ഇതെന്താണ്, ഇത് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് അവർ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നിടത്തുനിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യും, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്നിടത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മാറി ചിന്തിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്നാണ് പറഞ്ഞത്, കാരണം നമ്മളുടെ സീരീസ് ഫസ്റ്റ് തൊട്ട് ആ ഒരു ഫോർമാറ്റിൽ കണ്ടുവരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അല്ലാതെ ചാടി കയറി വരുന്നവർക്ക് ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ എന്ത് മനസ്സിലാക്കാം, ICTയിൽ ബൈ മോഡലും സെൽ മോഡലും ഉണ്ട്. ഓക്കെ, ബൈ മോഡലും സെൽ മോഡലും. ഓക്കെ, ICTയിലെ എൻട്രി മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം 1 hour 15 minutes നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിമാൻഡ് OBയോ അല്ലെങ്കിൽ സപ്ലൈ OBയോ നമ്മൾ കണ്ടെത്തും. ഓക്കെ, സപ്ലൈ OBയോ കണ്ടെത്തും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പോലെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇത് ഏതൊക്കെയാണ്, സ്വിങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഈക്വൽ ലോ, സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ, അല്ലെങ്കിൽ മോസ്റ്റ് സെൽ ഓർഡേഴ്സും മോസ്റ്റ് ബൈ ഓർഡേഴ്സും ഉള്ള ഏരിയ, മോസ്റ്റ് സെൽ ഓർഡേഴ്സും മോസ്റ്റ് ബൈ ഓർഡേഴ്സും ഉള്ള ഏരിയ. ഓക്കെ, ഡിമാൻഡ് OB നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് OB സപ്ലൈ OB കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ കണ്ടെത്തിയ ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ A+ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ക്രൈറ്റീരിയാസ് ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്യണം. അതിനുശേഷം ലിക്വിഡിറ്റി സ്വീപ്പ്, തൊട്ട് മുമ്പിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. അതുപോലെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ താഴേക്ക് വരണം. അതിനുശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിമാൻഡ് OBയോ അല്ലെങ്കിൽ ഒരു സപ്ലൈ OBയോ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സെയിം സംഭവം തന്നെയാണ്. ഡിമാൻഡ് OB എന്ന് പറയുമ്പോൾ നമ്മൾ ആ OBയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്താൽ മതി. നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ ആണെങ്കിൽ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു ട്രാപ്പ് വരണം, ഫേക്ക് ബ്രേക്ക് ഔട്ട് വരണം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു A+ സെറ്റപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൻട്രി ക്രൈറ്റീരിയ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ യുവർ റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ് ആൻഡ് ഡിസിപ്ലിൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം മേജറായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്താണ്, ഒരു എൻട്രി എടുക്കുമ്പോൾ എന്താണ്, എപ്പോഴും ആഫ്റ്റർ മാനിപ്പുലേഷൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഡിമാൻഡ് OB എന്നായിക്കോട്ടെ, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നായിക്കോട്ടെ, ഒരു എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും കൺസിഡർ ചെയ്യുമ്പോൾ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ ഫേസ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാൻ പറ്റൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം,
ബിലോ ഓർ എബോ ഓഫ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഈ മാനിപ്പുലേഷൻ അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ ആ ഒരു ഏരിയൻ്റെ താഴെയോ മുകളിലോ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി പൂൾ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ, താഴേക്കൊരു സെൽ മോഡൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് എന്താവണം? നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി. സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നൊരു ബൈ മോഡൽ ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് എവിടുന്നായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ട്രേഡ് ചെയ്യുക. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഡിമാൻഡ് OB, സപ്ലയർ ഡിമാൻഡ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.